ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് തെക്കൻ ചിറ്റൂർ. ചിറ്റൂരിനെ പ്രസിദ്ധമാക്കുന്ന ഇവിടുത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ചിറ്റൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനായി കൊച്ചി മഹാരാജാവ് പണ്ട് എറണാകുളത്ത് നിന്ന് നിർമ്മിച്ച റോഡാണ് ചിറ്റൂർ റോഡ്. ശ്രീകൃഷ്ണ ഭക്തനായ ചേരാനൂർ കർത്താവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഗുരുവായൂരപ്പ ഭക്തനായിരുന്ന കർത്താവ് വാർദ്ധക്യത്തിൽ തിങ്കൾ ഭജനം മുടങ്ങുമല്ലോ എന്നോർത്ത് ദുഃഖിച്ച് ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഭക്തൻ്റെ പ്രാർത്ഥന കേട്ട് ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ ഓലക്കുടയിൽ സ്വയം ആകൃഷ്ടനായി ചിറ്റൂരിലെത്തി. കർത്താവ് കുട താഴെ വച്ച് കൈയും കാലും ശുചിയാക്കി തിരിച്ചു വന്ന് കുടയെടുക്കാൻ ആരംഭിച്ചപ്പോൾ കുട പൊങ്ങുന്നില്ല. ശ്രീ ഗുരുവായൂരപ്പൻ തൻ്റെ കുടയിൽ ആവിഷ്ടനായി ചിറ്റൂരിലെത്തി. ചിറ്റൂരപ്പനെ അവിടെ ബിംബപ്രതിഷ്ഠ നടത്തി അമ്പലം പണിത് ദർശനസുഖം അനുഭവിക്കുക എന്ന് ഒരു അശരീരി ഉണ്ടായി. തന്ത്രിമുഖ്യനായ ചേന്നോസ് നമ്പൂതിരിപ്പാടിനും ഭക്തൻ്റെ ആഗ്രഹ നിവൃത്തി നടത്തി വിഗ്രഹ പ്രതിഷ്ഠ നടത്തി അദ്ദേഹത്തിൻ്റെ ആഗ്രഹ നിവൃത്തി നടത്തണമെന്ന് അരുളപ്പാടുണ്ടായി. നാടുവാഴിയായ കർത്താവ് താമസിയാതെ തന്നെ വിഗ്രഹവും ശ്രീകോവിലുമെല്ലാം പണിത് വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. കർത്താവ് തന്ത്രിക്ക് ദക്ഷിണയായി നൽകിയത് ഒരു സ്വർണ്ണ തളിക നിറയെ വിൽക്കാശായിരുന്നു. പണം ചൊരിഞ്ഞിട്ട് സ്വർണ്ണ തളിക തിരികെ എടുത്ത് കർത്താവ് ചോദിച്ചു അത്രേ. കാലക്രമത്തിൽ ഈ ക്ഷേത്രം ഗുരുവായൂരിനെ അതിശയിപ്പിക്കുമല്ലേ? തന്ത്രി പറഞ്ഞു, ഇല്ല, ഒരു പടി താഴെ ആയിരിക്കും. കാരണം സ്വർണ്ണത്തളിക തിരികെ എടുത്തില്ലേ? തളിക സമേതമായിരുന്നു ദക്ഷിണയെങ്കിൽ ഗുരുവായൂരിനെ അതിശയിപ്പിക്കുമായിരുന്നു. ഇന്ന് കണ്ടംകുളക്കര ഭഗവതി എന്നറിയപ്പെടുന്ന ദേവിയുടെ ശ്രീകോവിലിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ ഗുരുവായൂരപ്പൻ ആദ്യമായി എത്തിയ സ്ഥലം. ശ്രീ കണ്ടംകുളക്കര ഭഗവതി ശ്രീ ചിറ്റൂരപ്പൻ്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ, വളരെ മുമ്പ് തന്നെ ശ്രീ കണ്ടംകുളക്കര ഭഗവതി ഈ സ്ഥലത്ത് പ്രതിഷ്ഠ നേടി ഭക്തജനങ്ങൾ ആരാധിച്ചു പോന്നിരുന്നു. അതിന് തൊട്ടു പടിഞ്ഞാറ് ഭാഗത്തായിട്ടായിരുന്നു കർത്താവിൻ്റെ താമസ സ്ഥലം. അതിനു മുമ്പിലുള്ള കുളത്തിലിറങ്ങിയാണ് അദ്ദേഹം കൈകാലുകൾ ശുദ്ധി വരുത്തി കുട എടുക്കാൻ ശ്രമിച്ചത്. കുട പൊങ്ങാതായപ്പോഴാണ് പ്രശ്നവിധി പ്രകാരം അദ്ദേഹം നോക്കുകയും പ്രതിഷ്ഠ നടത്തണമെന്നുള്ള വിധി ഉണ്ടാവുകയും ചെയ്തു. ചിറ്റൂരപ്പൻ്റെ ആവിർഭാവത്തിന് വളരെ മുമ്പ് തന്നെ ശ്രീ കണ്ടംകുളങ്ങര ഭഗവതി ഇവിടെ പ്രതിഷ്ഠ നേടി ഭക്തരെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്ന സ്ഥലമാണ്. ശ്രീകോവിലിന് തൊട്ടടുത്തായി തന്നെ ശ്രീ പരമേശ്വരനും പരിവാരങ്ങളും വാഴുന്നു. ക്ഷേത്ര മുറ്റത്ത് നിന്നിരുന്ന ഒരു ആൽമരത്തിൻ്റെ കീഴിൽ തറയിൽ വാണിരുന്ന
സർപ്പദൈവങ്ങൾ, ശ്രീ ഹനുമാൻ എന്നീ ദേവതകളെയെല്ലാം പ്രശ്നവിധി പ്രകാരം തന്നെ പ്രത്യേകം ആസ്ഥാനം കണ്ടെത്തി അവരെയും ഇവിടെ പ്രതിഷ്ഠിച്ച് പൂജ നടത്തി വരുന്നു. കൂടാതെ ബ്രഹ്മരക്ഷസും ഈ ക്ഷേത്രത്തിലെ പഴയ കീഴ്ശാന്തിയായിരുന്ന വെങ്കിട്ടൻ എമ്പ്രാന്തിരി എന്ന് നമ്മൾ വിളിക്കുന്ന സ്വാമി, അദ്ദേഹം ശ്രീ ചിറ്റൂരപ്പൻ്റെ തിടമ്പെടുത്ത് എല്ലാ ദിവസവും ശിവേലിക്ക് തിടമ്പെഴുന്നള്ളിച്ചുകൊണ്ട് പോവുക പതിവായിരുന്നു. ഒരു ദിവസം ശിവേലി അവസാനിച്ച് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം ക്ഷേത്രത്തിൽ തന്നെ വീഴുകയും പിന്നീട് മരണപ്പെടുകയുമാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പ്രശ്നവിധി പ്രകാരം അദ്ദേഹത്തിൻ്റെ ആത്മാവാണ് ഇവിടെ ബ്രഹ്മരക്ഷസായി നമ്മൾ ഇന്ന് പ്രതിഷ്ഠ നടത്തി ആരാധിച്ചു വരുന്നത്. ഈ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പ് പതിവില്ല. പകരം തേര്, ഗരുഡവാഹനം എന്നിവയിലാണ് ഭഗവാനെ എഴുന്നള്ളിക്കുന്നത്. ശ്രീകൃഷ്ണനെയും ബലരാമനെയും കൊല്ലുവാനായിട്ട് കംസനയച്ച കുവലയപീഠം എന്ന കൊലയാനയെ ശ്രീകൃഷ്ണൻ കൊലപ്പെടുത്തിയതിൻ്റെ ഒരു ഐതിഹ്യത്തിൻ്റെ മറവിലാണ് ഒരു ഐതിഹ്യമാണ് ഇതിന് പിന്നിലുള്ളത്. പണ്ട് കാലം മുതലേ വാതരോഗം മുതലായ അസുഖങ്ങൾ വന്ന് വളരെ ദുഃഖിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾ ചിറ്റൂരെത്തി ഇവിടെ താമസിച്ച് ഭഗവാനെ ഭജിച്ച് രോഗമുക്തി നേടി തിരിച്ചുപോയ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നും അങ്ങനെ ദുഃഖമനുഭവിക്കുന്ന ഭക്തർ
ഈ ക്ഷേത്ര സങ്കേതത്തിൽ വന്ന് താമസിച്ച് ഭഗവാനെ ഭജിച്ച് പോകുന്നത് നമുക്ക് കാണാം. മേടമാസത്തിൽ ചോതിനാളിൽ കൊടി കയറി തിരുവോണം മാറാട്ടോടുകൂടി അവസാനിക്കുന്ന 8 ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ പ്രധാനം. കൊടി കയറിയാൽ ചിറ്റൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട 6 ദിവസത്തെ കഥകളിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്ര ക്ഷേമസമിതിയും ചേർന്ന് ക്ഷേത്രകാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടത്തി വരുന്നു. തെക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം നാൾക്കുനാൾ വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്.